എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി തീപിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച് വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകി മറിയുന്ന യുവത്വം. പരമ്പരാഗത വരികളിൽ നിന്ന് മാറി റാപ്പെന്ന കൊടുങ്കാറ്റാൽ വേടൻ തീർത്തത് പുതുഗീതം. വേടൻ പാടി വിയർത്ത് നേടിയതാണ് നിറങ്ങൾ മങ്ങാത്ത റാപ്പിന്റെ വർണ്ണക്കുപ്പായം. മേനി നടിക്കുന്ന പുരോഗമന സമൂഹത്തോട് പാട്ടും പറച്ചിലുമായി കലഹിച്ചു. കരുത്തുള്ള ഭാഷ, രാഷ്ട്രീയം ചോരാത്ത വരികൾ, ചിന്തിപ്പിക്കുന്ന സംഗീതം. അടിമത്വത്തിനും വംശീയതയ്ക്കുമെതിരെ റാപ്പിലൂടെ വിപ്ലവം തീർത്ത ബോബ് മാർലിയെ പോലെ വേടൻ എന്ന ഹിരൺദാസ് മുരളിയും. തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട ബാല്യം. വോയിസ് ഓഫ് വോയിസ്ലെസ് ആദ്യ റാപ്പ്. വരികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വായടപ്പിക്കുന്ന ശരീരഭാഷയും. വേടൻ വെറുമൊരു റാപ്പറല്ല, തീയാണ് തീ. വേടന് നൽകുന്ന വിശേഷണങ്ങളിൽ ഒന്നാണിത്. വേടൻ ആൾക്കൂട്ടത്തെയല്ല, ആൾക്കൂട്ടം വേടനെയാണ് തേടിയെത്തുന്നത്. ആദ്യ വീഡിയോ പുറത്തിറങ്ങിയത് 25-ാം വയസ്സിൽ. അത് സംഗീത പ്രേമികളാകെ ഏറ്റെടുത്തു. ഒരു പ്രളയമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ്സിനുള്ള വഴി തുറന്നത്. 2019 പ്രളയം 2018 പോലെ ഭീകരമായില്ലെങ്കിലും തൃശൂരിലെ പല ഭാഗങ്ങളിലും അന്ന് വെള്ളം കയറിയിരുന്നു. നാട്ടുകാർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ചെന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അന്ന് ചേറ്റുവ ഭാഗത്തേക്ക് വള്ളങ്ങളിൽ പോയവരുടെ കൂട്ടത്തിൽ ഹിരൺദാസും ഉണ്ടായിരുന്നു. കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും മാഞ്ഞു പോകാത്ത വിവേചനത്തിന്റെ വേരുകൾ തനിക്കെതിരെ ഉയർന്നു പൊങ്ങിയപ്പോഴാണ് വേടന്റെ ഉള്ളിലെ വാക്കുകളുടെ കനൽ ആളിക്കത്തിയത്. അന്നുണ്ടായ ആ വിവേചനത്തിന്റെ മുറിപ്പാടുകൾ നൽകിയ ബോധ്യങ്ങളിൽ നിന്നുമാണ് പിന്നീട് വോയിസ് ഓഫ് വോയിസ്ലെസ് പിറവിയെടുത്തത്. റാപ്പിനൊപ്പം തന്നെ ഏറെ ശ്രദ്ധ നേടിയ പേരായിരുന്നു വേടൻ. പൊതുവെ റാപ്പർ സ്വീകരിക്കുന്ന ഒരു തൂലിക നാമമായിട്ടാണ് പൊതുവെ എല്ലാവരും കണക്കാക്കിയത്. ചെറുപ്പത്തിൽ നല്ല കറുപ്പാണെന്ന പേരിൽ ഹിരൺദാസിന് കൂട്ടുകാരും നാട്ടുകാരും ചാർത്തിക്കൊടുത്ത പേരാണ് വേടൻ. കേട്ടു പഴകിയത് കൊണ്ട് മാത്രമല്ല ഹിരൺദാസ് വേടൻ എന്ന പേര് തിരഞ്ഞെടുത്തത്. മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഹിരൺദാസിന്റെ ബോധ്യം കൂടിയുണ്ട് ഇതിനു പിന്നിൽ.